അൽഹംദുലില്ലാഹി വഹദഹു അല്ലാഹുമ്മ സ്വല്ലി വസല്ലി അലാ നബിയിന മുഹമ്മദ്. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ وذروا الذين يلحدون في أسمائه سيجزون ما كانوا يعملون أما بعد. സ്നേഹിതരായ സഹോദരന്മാരെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാം ചർച്ച ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ് മജ്മു ഫതാവ വോളിയം 3 പേജ് 4, അതുപോലെ തദ്മീരിയ വോളിയം 1 പേജ് 7 ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി വിവരിച്ച അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങളിൽ വിശ്വസിക്കേണ്ട രൂപം. ഒരുവൻ അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവൻ യഥാർത്ഥ വിശ്വാസിയായി. അവനായിരിക്കും ഏറ്റവും കൂടുതൽ സമാധാനം ലഭിക്കുന്നത് ഈ ലോകത്തും പരലോകത്തും. അവനായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷവും ആസ്വാദനവും ആദരവും എല്ലാം ലഭിക്കുന്നത്. നബിമാരെ പോലെ, സഹാബികളെ പോലെ, ഇമാമികളെ പോലെ, മാഷാ അല്ലാഹ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ നമുക്ക് സംശയം വരികയോ അല്ലെങ്കിൽ അതിൽ അബദ്ധം സംഭവിക്കുകയോ തെറ്റ് സംഭവിക്കുകയോ ചെയ്താൽ നമ്മളുടെ വിശ്വാസം പൂർണ്ണമാകില്ല. അപ്പോൾ നമ്മുടെ കർമ്മം വരെ തള്ളപ്പെടാൻ അത് കാരണമാകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ ലോകത്തുള്ള ഏറ്റവും ലജ്ജത്ത്, ആസ്വാദനപരമായിട്ടുള്ള ടേസ്റ്റുള്ള രുചിയുള്ളത് അള്ളാഹുവെക്കുറിച്ചുള്ള വിജ്ഞാനമാണെന്നാണ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞിരിക്കുന്നത് മജ്മു ഫതാവയിൽ. സുബ്ഹാനല്ലാഹ്, നമ്മൾ വിവരിച്ചിട്ടുണ്ട് മജ്മു ഫതാവ വോളിയം 14 പേജ് 163. സുബ്ഹാനല്ലാഹ്. വലാ റൈബ അന്ന ലദ്ദത്തുൽ ഇൽമി അഅ്ലമു അല്ലദ്ദാത്ത്. വിജ്ഞാനം വർദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും രുചികരമായിട്ടുള്ള ഈ ലോകത്തുള്ള ആസ്വാദനം. മുഴുവൻ ആസ്വാദനങ്ങളിലും ഉത്തമമായ ആസ്വാദനമെന്നാണ് ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി വിവരിച്ചത്. സുബ്ഹാനല്ലാഹ്. വലദ്ദത്തുല്ലതി തബ്ഖാ ബഅദ മൗതി വതൻഫഉ ഫിൽ ആഖിറ ഹിയ ലദ്ദത്തുൽ ഇൽമി ബില്ലാഹി വൽ അമലി ലഹു. എന്നാൽ മൊത്തം വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമുള്ള വിജ്ഞാനമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ചുള്ള അവൻ്റെ നാമ ഗുണവിശേഷണങ്ങളെക്കുറിച്ചുള്ള വിജ്ഞാനം. അതിനാണ് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ രുചിയുള്ളത്. കാരണം അതോടുകൂടി നമുക്ക് ഈമാൻ വർദ്ധിക്കുമ്പോൾ, നമ്മൾ പറഞ്ഞു ഇവിടെ ഈമാൻ വർദ്ധിക്കാത്തവർക്കെല്ലാം, അവന് മുസ്ലിങ്ങളാകട്ടെ അമുസ്ലിങ്ങളാകട്ടെ, ഒരേ രൂപത്തിലുള്ള പെട്ടെന്നുള്ള സുഖവും, പെട്ടെന്ന് സുഖം 0 ആയി പെട്ടെന്ന് മടുപ്പ് വരുന്ന രൂപത്തിലേക്ക് തിരിയും. പക്ഷേ വിശ്വാസികൾ അവരുടെ കർമ്മത്തിനനുസരിച്ച് നമ്മൾ വിവരിക്കാറുണ്ട്. ഇമാം ഇബ്നു തൈമിയ്യ, ഇബ്നു ഖയ്യിം എല്ലാം വിവരിച്ചത് അവർക്ക് കുറഞ്ഞു പോകാത്തൊരു സുഖം, മണിക്കൂറുകളോളം ഇണകളിലും ലൈംഗിക ആസ്വാദനത്തിലും ഒരു കുറഞ്ഞു പോകാത്തൊരു സുഖം, 8-10 മണിക്കൂർ ഒരേപോലെ ഉള്ള ആസ്വാദനം, അതേപോലെ ലൈംഗിക ആസ്വാദനം പോലെ തന്നെ സമാധാനത്തിലും സന്തോഷത്തിലും ഒക്കെ ഉണ്ടാവും. മാഷാ അല്ലാഹ്, തബാറക്കല്ലാഹ്. അതിൻ്റെ അടിത്തറ അള്ളാഹുവെക്കുറിച്ചുള്ള വിജ്ഞാനത്തിലൂടെയാണ് ഈമാൻ വർദ്ധിക്കുക. ഈമാനിലൂടെയാണ് എല്ലാത്തിൻ്റെയും രുചി വർദ്ധിക്കുക. അതിനെക്കുറിച്ചാണ് ഇമാം ഇബ്നു തൈമിയ്യ, ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി വിവരിച്ചത്. സ്വർഗത്തിലെ ആസ്വാദനവും ഈ ലോകത്തെ ആസ്വാദനവും തമ്മിലുള്ള വ്യത്യാസം, ഈ ലോകത്ത് നമുക്ക് ഏറ്റവും ഭംഗിയുള്ള ഇണയെ ലഭിച്ചാലും അതിൻ്റെ ആസ്വാദനം മിനിറ്റുകൾ കൊണ്ട് അത് 0 ആവും. പിന്നീട് നമ്മൾ അത് മടക്കും. പക്ഷേ സ്വർഗത്തിലെ ആസ്വാദനം മണിക്കൂറുകളോളം നീണ്ടു നിൽക്കും. ഇഷ്ടമുള്ള അത്ര കാലം അത് നീണ്ടു നിൽക്കും. സുബ്ഹാനല്ലാഹ്. അതേപോലെ ഉള്ള ഒരു ആസ്വാദനം നമ്മുടെ ബുദ്ധിയിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. അത് ഇവിടെ ഉണ്ട്. അത് അള്ളാഹുവെക്കുറിച്ചുള്ള വിജ്ഞാനത്തിലൂടെ ഈമാൻ വർദ്ധിപ്പിച്ചാലാണ് ലഭിക്കുക. സുബ്ഹാനല്ലാഹ്. നമുക്ക് ബുദ്ധിക്ക് ഉൾക്കൊള്ളില്ല. ഈമാൻ ഉള്ള വ്യക്തികൾ, സഹാബത്ത്, ഇമാമുകൾ അത് വിവരിച്ചു തന്നതുപോലെ നമ്മൾ പഠിക്കൽ നിർബന്ധമാണ്. അതിനെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ച പല ഹദീസുകളും നമുക്ക് കാണാം അത്തരം കാര്യങ്ങളെക്കുറിച്ച്. സുബ്ഹാനല്ലാഹ്. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി മദാരിജ് സാലിഖീൻ വോളിയം 1 പേജ് 459 വിവരിച്ചത് സമയത്തു ശൈഖ് അൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ യഖൂലു ഇന്ന ഫിദ്ദുനിയ ജന്ന. ഈ ലോകത്തൊരു ആസ്വാദനപരമായിട്ടുള്ള, ആനന്ദപരമായിട്ടുള്ള, കുറഞ്ഞു പോകാത്ത സുഖമുള്ള ഒരു സ്വർഗീയ ആസ്വാദനമുണ്ട്. മല്ലം യദ്ഖുലഹ, അതിൽ ആരെങ്കിലും പ്രവേശിച്ചിട്ടില്ലെങ്കിൽ ലം യദ്ഖുലുൽ ജന്ന,
ലാഹിറ, പരലോകത്ത് അവന് സ്വർഗത്തിൽ പ്രവേശിക്കില്ല. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാത്തിരക്ഷിക്കുമാറട്ടെ. അപ്പോൾ അതാണ് അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങൾ നമ്മൾ പഠിക്കുന്നതിലൂടെ നമുക്ക് ഈമാൻ വർദ്ധിക്കുന്നതിലൂടെ നമുക്ക് ഈ ലോകത്തും പരലോകത്തും ലഭിക്കുന്ന ആനന്ദം അത് വേറെ ഒരു വിജ്ഞാനവും നമ്മൾ പഠിച്ചാൽ ലഭിക്കില്ല. ഭൂമിയിലെ മൊത്തം സമ്പാദ്യം നമുക്ക് ലഭിച്ചാലും മൊത്തം വിഭവങ്ങൾ നമുക്ക് ലഭിച്ചാലും ലഭിക്കില്ല. അതാണ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി വിവരിച്ചത്. വലാ റൈബ അന്ന ലദ്ദത്തുൽ ഇൽമി അഅ്ലമ ലദ്ദാത്തി, വിജ്ഞാനത്തിൻ്റെ ടേസ്റ്റ്, രുചി മൊത്തം രുചികളിൽ ഏറ്റവും ഉന്നതിയിലുള്ളതാണ്. കാരണം അതിലൂടെ ഈമാൻ വർദ്ധിക്കുമ്പോൾ എല്ലാ രുചിയും നമുക്ക് വർദ്ധിക്കും. ലദ്ദത്തുല്ലതി തബ്ഖ ബഅദ മൗതി വതൻഫഉ ഫിൽ ആഖിറ, നമ്മൾ മരിച്ചതിൻ്റെ ശേഷം ഇവിടെ അവസാന നാൾ വരെ നിലനിൽക്കും ഇവിടെ. അതേപോലെ ആഖിറത്തിൽ പരലോകത്ത് നമുക്ക് ലഭിക്കുന്ന ടേസ്റ്റുള്ള വിജ്ഞാനമാണ് ഹിയ ലദ്ദത്തുൽ ഇൽമി ബില്ലാഹി വൽ അമലി ലഹു, അള്ളാഹുവിൻ്റെ വിജ്ഞാനം പഠിക്കുകയും അള്ളാഹുവിന് വേണ്ടി ആ വിജ്ഞാനം കൊണ്ട് അവനെ ആരാധിക്കുകയും ചെയ്യുന്ന, സൽക്രമം ചെയ്യുകയും ചെയ്യുന്ന ആ വിജ്ഞാനം ഈ ലോകത്തും പരലോകത്തും ഉപയോഗപ്പെടുന്ന വിജ്ഞാനമാണ്. വഹുവൽ ഈമാനു ബിഹി, അതാണ് അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാലുള്ള അടിസ്ഥാനം. വഹും യജ്അലൂന ദാലിക്കൽ വുജൂദൽ മുത്ലഖ, ജ്ഞാനം നമ്മൾ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്താൽ അത് നശിക്കാതെ അവസാന നാൾ വരെ പോകും. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അതിൻ്റെ ആസ്വാദനങ്ങൾ നമ്മളെ ഗ്രന്ഥത്തിലേക്ക് എഴുതുമ്പോൾ നമുക്ക് ഈമാൻ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. പരലോകത്ത് മരിച്ചതിൻ്റെ ശേഷം ഖബറിലേക്ക് അതിൻ്റെ ആസ്വാദനങ്ങളായ സ്വർഗീയ സുഖങ്ങൾ ലഭിച്ച് കൊണ്ടേയിരിക്കും. പരലോകത്ത് വിചാരണയ്ക്ക് വരുമ്പോൾ അവിടെ ഇതിൻ്റെ എല്ലാം പ്രതിഫലം ആസ്വാദനമായി സ്വർഗത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കും. ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി വിവരിച്ചത് അതാണ്. അയ്ളൻ നഫ്സുൽ ഇൽമി ബിഹി ഇൻ ലം യകുൻ മാഹു ഹുബ്ബൻ ലഹു, അള്ളാഹുവെക്കുറിച്ച് നമ്മൾ പഠിച്ചു അറിഞ്ഞു, പക്ഷെ കറകളഞ്ഞ ശുദ്ധമായ വിശ്വാസം നമുക്ക് ലഭിച്ചില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സ്നേഹിച്ചില്ല. അപ്പോൾ ഇബാദത്തുൻ ലഹു, യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സ്നേഹിച്ചിട്ടുള്ള ആരാധനയും വരില്ല. അപ്പോൾ ബൽക്കാന മാ ഹുബ്ബിൻ ലിഗൈരി കായിന മൻകാന, അപ്പോൾ ആ പ്രപഞ്ചത്തിലുള്ള മറ്റുള്ള വ്യക്തികളെ ശക്തികളെയും നമ്മൾ സ്നേഹിക്കും, അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ അതിൻ്റെ അധികമോ. അപ്പോൾ ഫഇന്ന അദാബ ഹാദ ഖദ് യകൂനു മിൻ അഅ്ലമൽ അദാബി ഫിദ്ദുനിയ വൽ ആഖിറ. അപ്പോൾ അള്ളാഹുവിനെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ പല വ്യക്തികളെയും നമ്മൾ അറിയാതെയോ അറിഞ്ഞോ സ്നേഹിച്ചു പോകും. അതുണ്ടാക്കുന്ന അത്ര വേദന ഹൃദയം കഷ്ണം നുറുക്കിയാൽ ഉണ്ടാകുന്നതിൽ അപ്പുറമായിരിക്കും. അത് നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ കഴിയില്ല. ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി വിവരിച്ചേ കാണാം. സാദുൽ മഅദ് തിബ്ബുൻ നബി എന്ന ഗ്രന്ഥത്തിലെല്ലാം. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാട്ടെ. അങ്ങനെ അള്ളാഹുവിൻ്റെ വിജ്ഞാനം നേടി അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിച്ചാൽ നമ്മൾ വിശ്വാസികളാവും. നമ്മൾ പറയാറുണ്ട് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബലില്ല, ഏറ്റവും കൂടുതൽ സന്താനങ്ങളെക്കാളും മാതാപിതാക്കളെക്കാളും നബിമാരെക്കാളും എല്ലാം ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവൻ മാത്രമാണ് വിശ്വാസി. സൂറത്തുൽ ബഖറയിൽ 165 സൂക്തത്തിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ കൂടെ സന്താനങ്ങളെയോ ഇണകളെയോ എതിർലിംഗത്തെയോ മറ്റോ നമ്മൾ സ്നേഹിച്ചാൽ അവർക്ക് ആ സ്നേഹിച്ചത് കൊണ്ട് ഈ ലോകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ശിക്ഷ ലഭിക്കുന്നത്. ആ പുന്നാരിച്ച സന്താനം അവർക്ക് ശിക്ഷയായി മാറി അവരെ ഉപദ്രവിക്കുന്നതായിട്ടും ആക്രമിക്കുന്നതായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. കൊലപാതകം വരെ അവർ ചെയ്യാൻ കാരണമായി തീരും. അത് സുബ്ഹാനല്ലാഹ്, അതാണ് നമ്മൾ സ്നേഹിച്ചാലുണ്ടാകുന്നത്. അള്ളാഹുവേക്കാളും കൂടുതൽ വ്യക്തിയെ, ശക്തിയെയോ ധനത്തെയോ എന്തിനെ സ്നേഹിച്ചാലും അപ്രകാരം സംഭവിക്കുമെന്നാണ് ഇമാം ഇബ്നു തൈമിയ്യ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി വിവരിച്ചത്. അപ്പോൾ വഹും ലാ യജ്അലൂന കമാല ലദ്ദത്തി ഇല്ലാ ഫി നഫ്സിൽ ഇൽമി. അപ്പോൾ അള്ളാഹുവെ കുറിച്ച് വിജ്ഞാനം ലഭിച്ചു, നാമഗുണവിശേഷണങ്ങളെ കുറിച്ചുള്ള വിജ്ഞാനം ലഭിച്ചു. പക്ഷേ ശേഷവും അവന് അള്ളാഹുവേക്കാളും എന്തെങ്കിലും വ്യക്തിയെയോ ശക്തിയെയോ അവനെ സ്നേഹിച്ചാൽ, എങ്ങനെയാണ് ശക്തിയെ സ്നേഹിക്കുക, വ്യക്തിയെ സ്നേഹിക്കുക? ആണ് അവർ തിന്മ ചെയ്യുമ്പോൾ അവരെ വെറുക്കാതിരിക്കുക. എങ്ങനെയാണ് വസ്തുവിനെ സ്നേഹിക്കുക? ധനം നമ്മൾ ഏത് ഹറാമിലൂടെയും നിഷിദ്ധ മാർഗത്തിലെയും വളർത്തുമ്പോൾ അള്ളാഹുവിനെ എല്ലാവരും സ്നേഹിച്ചത് അവൻ്റെ ധനത്തെയായി.
അതേപോലെ ധനം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആവശ്യമുള്ളിടത്ത് ചിലവഴിക്കാതിരിക്കുമ്പോഴും അവന് ധനത്തെ സ്നേഹിച്ചവനായി അള്ളാഹുവിനേക്കാളും കൂടുതൽ അള്ളാഹു കാത്തിരക്ഷിമാറായിട്ട്. ഇത്തരം ഷിർക്ക് മുക്തമായിട്ടുള്ള സ്നേഹം അള്ളാഹുവിനെ മാത്രമാക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ വിജ്ഞാനം ലഭിച്ചിട്ടാക്കുമ്പോൾ, ആ വിജ്ഞാനത്തിനാണ് ഏറ്റവും ഉന്നത ആസ്വാദനവും രുചിയുമുള്ളത്, എല്ലാ രുചിയേക്കാളും ഈ ലോകത്തും പരലോകത്തും എന്നാണ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി വിവരിച്ചത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ഇവരുള്ള വിശ്വാസം നമ്മൾ വർദ്ധിക്കുമ്പോൾ അതിൻ്റെ കൂടെ ദുനിയാവിൽ അള്ളാഹുവിൻ്റെ എല്ലാ സൃഷ്ടികളെക്കുറിച്ചും എല്ലാ വിജ്ഞാനത്തെക്കുറിച്ചും ഒരു അറിവ് ആ വ്യക്തികൾക്ക് അള്ളാഹു നൽകും. നബിമാർക്ക് നൽകിയ പോലെ, അതേപോലെ സ്വഹാബത്തിന് നൽകിയ പോലെ എന്നുള്ള എല്ലാ ടെക്നോളജിയിലും വിജ്ഞാനം അള്ളാഹു നൽകും. എല്ലാ വിജ്ഞാനവും കാരണം അള്ളാഹുവിൻ്റെ ഇതാണ്. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ അത് ഇഷ്ടം പോലെ നൽകുക, വിശ്വാസികൾക്ക് അവന് ഇഷ്ടം പോലെ നൽകും. ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് അന്നത്തെ ഒരു ഉമ്മത്തിൻ്റെ വിജ്ഞാനം നൽകിയെന്ന് തഫ്സീറിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അതേ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അള്ളാഹുവെ കുറിച്ചുള്ള വിജ്ഞാനത്തിൻ്റെ, അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ പഠിക്കുന്നതിൻ്റെ ആവശ്യകതയാണ്, അത്യാവശ്യമാണ് നമ്മൾ ഇവിടെ വിവരിച്ചത് ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയുടെ ഗ്രന്ഥത്തിൽ മജ്മൂ ഫതാവയിൽ നിന്ന്. സുബ്ഹാനല്ലാഹ്. അത് നമ്മുടെ സമ്പാദ്യത്തെക്കാളും എന്നുമെന്നും ഇവിടെ അവശേഷിക്കുന്നതാണ്. നമ്മുടെ ഗ്രന്ഥങ്ങളിൽ അവസാനം വരെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴും അവസാന നാളിലും ഖബറിലും ലഭിക്കുന്ന കർമ്മമാണത്. അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുവാനും, അവൻ്റെ നാമഗുണ വിശേഷണങ്ങൾ മനസ്സിലാക്കുവാനും, അവൻ്റെ കലിമ വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുവാനും, അത് ജീവിതത്തിൽ പകർത്തുവാനും, അത് ലോകത്തിന് എത്തിച്ചു കൊടുക്കാനും അള്ളാഹു അനുഗ്രഹം നൽകുമാറാകട്ടെ. ശേഷം വിശ്വാസികൾക്ക് നൽകുന്ന ഈ ലോകത്തിൽ അവൻ സൃഷ്ടിച്ച, അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച എല്ലാത്തിൻ്റെയും നന്മ, മനുഷ്യരാകട്ടെ, യുവാക്കളാകട്ടെ, വൃദ്ധന്മാരാകട്ടെ, യുവതികളാകട്ടെ, വൃദ്ധകളാകട്ടെ, ശിശുക്കളാകട്ടെ, മനുഷ്യരിലെല്ലാവരുടെയും നന്മ നമുക്ക് ലഭിക്കും. അവർക്ക് ആ സൃഷ്ടിക്ക് ലഭിക്കാത്ത നന്മ നമുക്ക് ലഭിക്കും. സുബ്ഹാനല്ലാഹ്. നമുക്ക് നാമഗുണ വിശേഷണങ്ങളുടെ ഈമാൻ വർദ്ധിക്കുമ്പോൾ എന്നാണ് ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി, ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി, അതേപോലെ തഫ്സീർ ഇബ്നു കസീറിലും എല്ലാം വിവരിച്ചത് നമ്മൾ വിവരിക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അത്തരം വിശ്വാസികളിൽ ജ്ഞാനം വർദ്ധിപ്പിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും എത്തിച്ച് നൽകുകയും ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.